പിന്നെ എന്തെങ്കിലും പ്രശ്നം ചാർജ് കയറുന്ന പിന്നെ ഉണ്ടായിട്ടാണ്. ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരാളിവിടെ വട്ടടിച്ചൊക്കെ ഇരിക്കുകയാണ്, മൊബൈലൊക്കെ ഇല്ലാത്തതുകൊണ്ട്. മൊബൈലെടുത്ത് ഞാൻ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്, അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആളുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം. ഫോൺ ശരിയാക്കാത്തതുകൊണ്ട് ഇവിടെ പ്രതിഷേധമായിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് പ്രതികരണം എന്താണെന്ന് നോക്കാം. അതിന് കൊണ്ടുപോയി നോക്കാം, അതിനെന്തോ കുഴപ്പമൊന്നും. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പൗസ് ചെയ്ത് വെച്ചേക്കോ പറഞ്ഞു. അതില് ബാറ്ററി ഇങ്ങനെ കുലുങ്ങുന്നതിന് എന്തോ കുഴപ്പമാണ്. ബാറ്ററി കുലുങ്ങുന്നു? ബാറ്ററിക്ക് എന്തോ കുലുക്കം? അതെനിക്ക് നിന്റെ നല്ലൊരു ഫോക്കസിൽ കിട്ടിയ നല്ലൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയാ. അതിന് ബാറ്ററിക്ക് എന്തോ പ്രശ്നം, അതുകൂടെ പറ. ഞാൻ നോക്കിയിട്ട് ബാറ്ററിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കുലുക്കിയൊക്കെ നോക്കിയില്ല, അത് ബാറ്ററി ഒന്നും കുലുക്കുന്നില്ല. ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. എടി, ഇത് നല്ലൊരു വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്ക. കിട്ടുമ്പോ ഞാൻ പൗസ് മാറ്റും. വേണ്ട, മതിയോ? എന്നാലും നല്ല ഇത് കിട്ടുമ്പോ എനിക്ക് പൗസ് ചെയ്യാതെ മാറ്റാണ്ടേ. പറഞ്ഞോ ഞാൻ മാറ്റി വെച്ചേക്കോ. അതെ, അന്ന് തൊട്ടേ അതിന്റെ ബാറ്ററി ഇങ്ങനെ ഇളകി കിടക്കും. വീഡിയോ എടുക്കാൻ തറയെ വീണ് അതിന്റെ ഊപ്പാട് വന്നിട്ട് ആ ഫോണിന്റെ ഡിസ്പ്ലേ കാണുമ്പോ അറിയാം പൊട്ടിയിരിക്കുന്നു. പൊട്ടിയൊന്നും ഇരിക്കുവല്ല, ചെറുതായി. 4000 രൂപ എടുത്ത് മാറിയ ഡിസ്പ്ലേക്ക്. നല്ലത് അങ്ങോട്ട് മേടിച്ചിടണമായിരുന്നു. പിന്നെ LED ഡിസ്പ്ലേ നല്ലതല്ലേ? ചേട്ടാന്നല്ലേ പറഞ്ഞ സെക്കൻഡ് ഹാൻഡാ മേടിച്ചിട്ടേന്ന്. സെക്കൻഡ് ഹാൻഡോ? ഏത് സെക്കൻഡ് ഹാൻഡ്? പുതിയ ഡിസ്പ്ലേ മേടിച്ചത് സെക്കൻഡ് ഹാൻഡോ? 2 ഫോൺ 2 ഡിസ്പ്ലേ. രണ്ടിന്റെയും തറയെ വീണ് ആരാ നശിപ്പിച്ചത്? ചേട്ടനെ അവള് വന്ന് ഫോൺ എടുക്കുമ്പോഴേ കൊച്ചിന്റെ ഫോണാ, മോളെ പോയി മേടിച്ചോ എന്നും പറഞ്ഞ കൊടുക്കുന്നേ ഇല്ലേ. ഇന്നലെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഫോൺ തറയിൽ വീണതും ഒന്നും. അവള് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചോ കട്ടിലിനറ്റത്ത്. രാത്രി ഉറങ്ങാൻ നേരം ഫോൺ മാറ്റി വെച്ചതാ കൊച്ച് കട്ടിലിനറ്റത്തോട് തറയിൽ വീണു. അതിനു മുമ്പ് അതിന്റെ ഡിസ്പ്ലേയിൽ കുറെ പൊട്ടല് കിടക്കുന്നു. ഡിസ്പ്ലേക്ക് അതിന് കുഴപ്പമില്ല, അതിങ്ങനെ കുലിക്കുമ്പോ അതിന്റെ ബാറ്ററി ഇടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുലിക്കുന്നത്. എനിക്കൊന്ന് അതുകൊണ്ടാ ചാർജ് ആയിരിക്കും. പിന്നെ 24 മണിക്കൂർ ആ മൊബൈല് കുത്തിയിടുന്നോണ്ടാണ് അതിന്റെ ചാർജിന്റെ സാധനം പോയി കാണും. അതിനകത്താ ചേട്ടന്റെ മറ്റേ നെറ്റ് സെറ്റർ കുത്തുന്ന അതിനകത്താ. അതാണ് എപ്പോഴും കുത്തിയിട്ടിരിക്കുന്നത്, അല്ലാതെ ഫോണല്ല കുത്തിയിട്ട്. അവക്ക് ടിവിയിലൊക്കെ യൂട്യൂബിലാണല്ലോ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. അന്നേരം എന്തായാലും എന്റെ ഫോൺ കുത്തിയിടാൻ പറ്റത്തില്ലേ? അന്നേരം നെറ്റ് സെറ്ററേ കുത്താൻ പറ്റത്തോളെ. എന്റെ ഫോൺ എന്തായാലും ഞാൻ ഫുൾ ചാർജ് ആക്കി വെക്കത്തില്ല, ഫുൾ ചാർജ് ആക്കാറില്ല. ഇച്ചിരി ചാർജ് കയറി കഴിയുമ്പോൾ ഞാൻ പിന്നെ അത് ഉപയോഗിച്ച് തീർന്നിട്ട് അടുത്ത കുത്തും. ഇത് ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം അങ്ങനെ ഫുൾ ചാർജ് ആക്കി ചാർജ് ചെയ്തിട്ട്. പുതിയ ഫോൺ മേടിച്ചു തരാൻ പറ. അച്ഛൻ എപ്പോഴും വിളിക്കണ്ടേ മോളെ? അച്ഛന്റെ ഫോണെ പൊട്ടിത്തെറിക്കാറായിരിക്കും, പിന്നെ എനിക്ക് മേടിക്കാൻ പോകുന്ന ഒരു ഫോൺ മേടിച്ചു തരാൻ പറ. അച്ഛന്റെ ഫോണിൽ പൊട്ടലും ചീറ്റലും കേൾക്കുന്നേക്കാം വിളിക്കുമ്പോ. അച്ഛൻ്റെ എന്നും പറയുന്ന ആ ഫോൺ അച്ഛനെ മാറ്റിയിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞൊരു കീപാഡ് എങ്കിലും മേടിച്ചു നോക്കാം. അത് മിക്കാറും ഉടനെ പൊട്ടിത്തെറിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടലും ചീറ്റലും പൊട്ടലും. സ്വന്തം മോക്കൊരു ഫോൺ മേടിച്ചു തരാൻ വയ്യ. അതാ പറയുക, സ്വന്തമായിട്ടേ ഫോണില്ലാത്ത ആളാണ് എനിക്ക് മേടിക്കുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ വേണം ഇതൊക്കെ നോക്കാം, അല്ലാതെ എല്ലാത്തിനും അച്ഛൻ്റെ അടുത്ത് പോവാ അമ്മയുടെ അടുത്ത് പോവാന്ന് പറയുമല്ല വേണ്ടുന്നേ. എത്രാമത്തെ ഫോണാണ്? ആദ്യം ഒരു പുതിയ ചേട്ടൻ ഉപയോഗിച്ച് അതിന്റെ ചാറെടുത്ത് അതിന്റെ അങ്ങ് അറ്റം വരെ 1 കൊല്ലം ഞാൻ ഉപയോഗിച്ച
എന്റെ ദൈവമേ, ചേട്ട എല്ലാം എനിക്ക് അങ്ങനെ തന്നെ. ചേട്ട ഉപയോഗം ആദ്യം മേടിച്ചു തന്ന ഫോണോ അന്നേരം മേടിച്ചു തന്ന ഫോൺ ഒരു 4G ഫോൺ പണ്ട് കല്യാണം കഴിഞ്ഞപ്പോ 6 വർഷത്തിന് മുമ്പ് ഒരു 4000 രൂപയുടെ ഒരു ഫോൺ മേടിച്ച് തന്നെ. 1000 രൂപയുടെ ഫോൺ അന്ന് 4G ഇറങ്ങിയപ്പോ ഒരു 4G ഫോൺ മേടിച്ചു തന്ന അതിന്റെ ഡിസ്പ്ലേ പൊട്ടിച്ച്. എന്നാ പോട്ടെ അടുത്ത ഒരു അത് ഡിസ്പ്ലേ ഒന്നും പൊട്ടി. അത് എത്ര വർഷം ഞാൻ ഉപയോഗിച്ച്. പിന്നെ എന്തുവാ ഒരു ഫോൺ അത് മേടിച്ച് നീ 3-ാം മാസം നീ അതിന്റെ ഡിസ്പ്ലേ പൊട്ടിച്ചല്ലേ. പിന്നെ നിങ്ങള് അവിടെ നിങ്ങളുടെ അവരുടെ ബന്ധുക്കൾ അവരോട് പോയപ്പോ അതിന്റെ ഡിസ്പ്ലേ പൊട്ടിച്ചില്ലേ? ഡിസ്പ്ലേ ഒന്നുമല്ല, അതിന്റെ ഗ്ലാസ് കുത്തി ഇട്ടിരുന്നത് പിള്ളേരാങ്ങാണ്ട് ഓടിപ്പോയി അങ്ങാണ്ട് എന്നോട് ഞാൻ തറയിൽ വീണ്ടും ഗ്ലാസ് പൊട്ടിയിരിക്കുന്നേ ഞാൻ കണ്ടു. അതായത് ഞാനൊന്നുമല്ല, ഞാൻ ഇതുവരെ ഒരു ഫോൺ നശിപ്പിച്ചിട്ടില്ല. ഉള്ള ഫോണെല്ലാം നശിപ്പിച്ച് വീഡിയോയിൽ നീ എന്തായാലും വന്നിട്ടില്ല. അതിന് ചിലപ്പോ ആ ബാറ്ററി ഇങ്ങനെ കിടന്നോ ഇതാവുന്നതിന്റെ ആയിരിക്കും. അത് കൊണ്ട് കാണിച്ചാലേ അറിയാൻ പറ്റൂ. കാണിക്കുമ്പോ അത് ഇങ്ങനെ അവരത് ഒട്ടിച്ച് വെച്ച് കഴിയുമ്പോ ശരിയാവും. സ്പീക്കർ ഒരു ഫോൺ സ്പീക്കർ ഞാൻ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സംസാരിച്ചോളാം. സ്പീക്കർ വേണമെന്ന് എത്ര നിർവ്വഹം ഹെഡ്സെറ്റ് കുത്തിയാലും ഞാൻ സംസാരിച്ചു. ഹെഡ്സെറ്റ് ചേട്ടൻ ഹെഡ്സെറ്റ് എപ്പോഴും ചേട്ടൻ എന്തോ എല്ലാ ഓഫീസിലെ കോള് അങ്ങനെയൊക്കെ അല്ലേ വരുന്നത്. അതിന് ചേട്ടന് ഹെഡ്സെറ്റ് എന്തോ തിന്നു. ചേട്ടനല്ലെങ്കിൽ എന്തുവാ വലിയ ഫോണുണ്ട്, പിന്നെ ഹെഡ്സെറ്റ് വേണമെന്ന് എന്തുവാ വലിയ ഫോൺ? അതെന്തോ നീളം വീതിയും കൂടുന്നതാണ് ഈ വലിയ ഫോണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ചേട്ടന്റെ ഫ്രണ്ട് ക്യാമറ നല്ലതാ, ബാക്ക് നല്ലതാ, എല്ലാം നല്ലതാ. എന്നിട്ട് എല്ലാം നശിച്ചിട്ട് ക്യാമറ പോലും കൊള്ളാത്ത ഒരു ഫോൺ എനിക്ക് അങ്ങ് തരും. ഞാൻ 1 കൊല്ലമാണ് ആ ഫോൺ ഉപയോഗിച്ചത്. പിന്നെ അങ്ങനെ എന്റെ ക്യാമറ പോയി. ക്യാമറ പോയ നിന്റെ കൈ വരുമ്പോഴാണ് ഇതെല്ലാം നശിക്കുന്നത്. എന്റെ ദൈവമേ, അന്നേ ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് ക്യാമറ എനിക്ക് ഫോൺ ആകെ ഞാൻ നോക്കുന്നത് ക്യാമറയും പിന്നെ വിളിക്കാനുമേ നോക്കുന്നു, വേറെ ഒന്നുമില്ല. അന്ന് അതിന്റെ ക്യാമറയെ കൊള്ളത്തില്ല, പിന്നെ ഫോൺ എന്തിനാ? ക്യാമറയെ കൊള്ളത്തില്ല. ക്യാമറ കൊള്ളാമെങ്കിലേ ഫോൺ കൊള്ളാം. എന്റെ പൊന്നെ, എന്റെ ആ ഫോൺ അന്നേ ഞാൻ പറഞ്ഞു ഇതൊന്ന് മൊത്തം പുകയായിരുന്നു അത് ക്യാമറ ഓൺ ആക്കുമ്പോ. പിന്നെ എന്റെ ബാക്കേ ഉള്ളായിരുന്നു ഇച്ചിരി നല്ലത്. ബാക്ക് വെച്ച് എങ്ങനെ ഫോട്ടോ എടുക്കാനാ? ബാക്ക് ക്യാമറ വെച്ചല്ലേ ഫോട്ടോ എടുക്കും. ഞങ്ങളൊക്കെ ബാക്ക് ക്യാമറ വെച്ച ഫോട്ടോ എടുക്കും. ചേട്ടൻ ബാക്ക് വെച്ച് ചേട്ടൻ ഫോട്ടോ എടുക്കാൻ പറ്റും? അതിന് നീ എടുക്കരുത്, വേറൊരാളെ കൊണ്ട് എടുപ്പിക്കണം. അങ്ങനെ പിന്നെ ഈ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നിനക്ക് ഒറ്റയ്ക്കിരുന്ന് ഫോട്ടോ എടുക്കാൻ എന്തുവാ? നീ എന്താ സൗന്ദര്യ മത്സരത്തിന് വല്ലതും പോകുന്നു? അങ്ങനല്ല, ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. എന്താ നിനക്ക് ഫോട്ടോ മാനിയ വല്ലതും ഉണ്ടോ? അങ്ങനല്ല, എല്ലാരും അങ്ങനെ. ചിലപ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നുന്നു. അതിന് ഫ്രണ്ട് ക്യാമറ ഉള്ള ഫോണേ കൊള്ളാവും. ഈ ചേട്ടൻ എനിക്ക് തന്നിട്ടുള്ള എല്ലാം കൊള്ളാത്ത ക്യാമറ ഉള്ള ഫോണാണ്. ആണോ ചേട്ടൻ? എന്തായാലും ഞങ്ങള് 1 കൊല്ലം ഞാൻ എന്തായാലും അത് കൊണ്ടുവന്ന് ഉപയോഗിച്ച് ചുമ്മാ അല്ലല്ലോ, ക്യാമറ ഇല്ലാത്തോണ്ടല്ലോ. ചേട്ടൻ ഉപയോഗിച്ച് അതിന്റെ ചാറ് എടുത്ത് പിന്നെ 1 കൊല്ലം ഉപയോഗിച്ചപ്പോ അതിന്റെ ക്യാമറയുടെ ലെൻസ് ഇല്ല. ഫോട്ടോ എടുക്കുന്ന ക്യാമറയുടെ കണക്കല്ലേ, ഫോട്ടോ എടുക്കുന്ന അനുസരിച്ച് അതിന്റെ ലെൻസ് കുറച്ചോണ്ടിരിക്കുമല്ലേ. പിന്നെ ചേട്ടാ അത് നശിച്ചപ്പോഴല്ലേ എനിക്ക് എന്തോ നശിച്ച് അതിന്റെ ഡിസ്പ്ലേ പൊട്ടിയപ്പോ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞുതരാം. അതിന് ക്യാമറ കൊള്ളത്തില്ല, അതിന് സൗണ്ട് ഇല്ല, പാട്ടിടുമ്പോ സൗണ്ട് ഇല്ല, പിന്നെ വിളിക്കുമ്പോ ഞാൻ സ്പീക്കർ ഓൺ ആക്കിയായിരുന്നു സംസാരിക്കുന്നത്, പിന്നെ റേഞ്ച് കിട്ടും, പിന്നെ എന്തുവാ അത് കിടന്ന് ബാറ്ററി കിടന്ന് കുലുങ്ങുന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ഫോണ് ഞാൻ അങ്ങനെ കണ്ടു, ബാറ്ററി ഇങ്ങനെ കുലുക്കി നോക്കുമ്പോ ബാറ്ററി ബാറ്ററി കുലുങ്ങുന്ന ഫോണോ ഞാൻ ജീവിതത്തിൽ നോക്കട്ടെ. കുലുങ്ങിയില്ല ഇപ്പൊ നിന്റെ കുലുങ്ങുമ്പോഴല്ലേ അന്നേരം നമുക്ക് അന്നേരം നോക്കാം. അതെ ഞാൻ ഇതിന്റെ ടെക്നീഷ്യനെ കാണുവാന്നോ? ഇതിന്റെ എന്താ ഇച്ചിരി പൈസ? അതിന് ഒത്തിരി കംപ്ലൈന്റ് ഇല്ലല്ലേ, ഡിസ്പ്ലേ ഒന്നും പോയതൊന്നും അല്ലല്ലോ അതിന്റെ.
അല്ല ഓണാവും, ചാർജ് കയറുന്നില്ലെന്നേ ഉള്ളു. ചാർജും കയറുന്നില്ല, സൗണ്ടും ഇല്ല, അത്രേ ഉള്ളു അതിന്റെ കുഴപ്പം. പിന്നെ കാറിന്റെയും വണ്ടിയുടെയും കണക്ക് പറയുന്നുണ്ട്, ഹോൺ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും സൗണ്ട് വരുന്നുണ്ട് ഇല്ലേ? അല്ല, അത് സംസാരിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സംസാരിക്കാൻ പറ്റും. ഇപ്പൊ അത്യാവശ്യമായിട്ട് അത് ചാർജ് കയറുന്ന ഒന്ന് ശരിയാക്കി തന്നെ അത് ഓൺ ആക്കാൻ പറ്റും. ക്യാമറ ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം, കുഴപ്പമില്ല. എന്റെ ഫോണിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഇനി എനിക്ക് ഞാൻ ഇനി ഒരുങ്ങുന്ന ദിവസം കല്യാണത്തിന് പോകുമ്പോഴാണ്. അന്നേരം എനിക്ക് ഇച്ചിരി ഒരുങ്ങുമ്പോ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം. എന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലോ ക്യാമറ കൊള്ളത്തില്ലെന്ന്. നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് പറ, ഒരു ഫോൺ മേടിച്ചു തരാൻ പറ. ചേട്ടാ ഇത് വീഡിയോ എടുക്കുവാണോ? പിന്നെ എനിക്ക് നിന്റെ ഈ ഡയലോഗുകളെ വീഡിയോ എടുത്തിട്ട് എനിക്ക് എന്താ ചെയ്യാനാ? അതെനിക്കൊരു വീഡിയോ എടുക്കണം. അതിന് നീ സെറ്റായി വരുമ്പോ നിന്റെ ഒരു വീഡിയോ എടുക്കണം. നിന്റെ ഒരു കോമഡി വീഡിയോ എടുക്കണം. അതൊന്നും വീഡിയോ എടുക്കാനില്ല, അതൊക്കെ വീഡിയോ എടുക്കണം. എനിക്കൊരു കോമഡി വീഡിയോ നീ കറക്റ്റ് നിന്റെ വായിന്ന് വരുമ്പോ ഞാൻ അത് അവിടെ നിന്നിട്ട് എടുത്തോളാം. ചേട്ടാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന ഐഡിയ ഞാൻ പറയട്ടെ എന്തോത്തിനാണ്. ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഫോൺ ഒന്ന് ശരിയാക്കി തരുമോ എന്ന് പറയുമ്പോ അതെടുക്കണം. അതെടുത്തിട്ട് ചേട്ടൻ ഫോൺ ശരിയാക്കിക്കൊണ്ട് വരുന്നത്. അന്നേരം എല്ലാരും വിചാരിക്കും ചേട്ടൻ അങ്ങ് ഭയങ്കര സൂപ്പർ ഭക്തമാണ്. അതിന് വേണ്ടിട്ടല്ലേ ഞാൻ 1.5 മണിക്കൂർ വായിട്ട് അലച്ചിട്ടാ കിട്ടുന്നതെന്ന് ആർക്കും അറിയത്തില്ല. എന്നിട്ട് ഒരു 2 സെക്കൻഡ് ഞാൻ ഫോൺ ശരിയാക്കി തരുമോ ചേട്ടാന്ന് ചോദിക്കുന്ന മാത്രം എടുത്തിട്ട് ഇതിപ്പോ ചേട്ടൻ എടുത്താണ്. ഞാൻ എടുത്തിട്ടില്ല. അതെടുത്തിട്ട് ചേട്ടൻ എന്നിട്ട് കൊണ്ടുവന്ന ഞാൻ പറഞ്ഞ ഉടനെ എന്നെ ശരിയാക്കി തന്നെന്നും പറഞ്ഞ് മാതൃക ദമ്പതികളെ തേങ്ങ അങ്ങനെ കൊണ്ടുവന്ന് എടുക്കാറില്ലേ ചേട്ടൻ. ഇതിപ്പോ എടുത്ത് ചേട്ടന്റെ വെള്ളം അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടല്ലേ. എനിക്ക് ആദ്യമേ പറയുന്നത് എന്താ, എനിക്കൊരു ഫോൺ പോലും തരുന്നില്ല. ചേട്ടൻ ഉപയോഗിച്ച് നശിച്ച ചേട്ടൻ വീഡിയോ എടുത്ത ഞാൻ പറയാം. ഇത് ചേട്ടൻ എടുക്കണം. എടുക്കാന്ന് പറഞ്ഞു. സൗണ്ട് കേട്ടില്ല, വീഡിയോ ഓണാക്കി. ചേട്ടന്റെ വീഡിയോ ഓണാക്കുമ്പോ അതിന് പൗസ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ അന്നേരം സൗണ്ട് കേൾക്കത്തില്ലേ? പൗസ് മാറ്റുന്നതിന് എന്തോ സൗണ്ട് കേൾക്കുന്നത്? അപ്പൊ ചേട്ടൻ ഇതിനു മുമ്പ് എന്തോ എടുത്തത് പൗസ് ചെയ്യാൻ വേണ്ടി? ഞാൻ വന്ന് ഫസ്റ്റ് നിന്റെ ഒരു കോമഡി വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി. എന്തെങ്കിലും എടുത്തെങ്കിലല്ലേ പൗസ് ചെയ്യാൻ പറ്റും. നീ ഇവിടെ പാത്രം കഴുകാൻ വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിക്കുന്ന സീൻ ഞാൻ വീഡിയോ എടുത്ത് വെച്ചു. ഞാൻ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ്. ആര് പറഞ്ഞു? ഞാൻ അപ്പുറത്തൂടെ നീ ഇവിടെ വന്നപ്പോ നീ വെള്ളം ഇങ്ങോട്ട് എടുത്ത് വീശുന്ന ഞാൻ കണ്ട്. ഞാൻ കണ്ടില്ലല്ലോ. നീ എങ്ങനെ കാണുന്നേ? നിനക്ക് നിന്റെ കണ്ണ് വേറെ കണക്കിന്റെ ആയിരിക്കും. എന്തോ നിനക്ക് പറയാനുള്ള? ഞാൻ എന്താ ഫോൺ ശരിയാക്കാൻ ഒരാഴ്ച ഫോണിന് റെസ്റ്റ്. ആ ഫോൺ തന്നെ പറഞ്ഞ് എനിക്ക് ചേട്ടന്റെ ഫോൺ ആദ്യം തലയിൽ ചാവുന്നത്. എന്റെ ഫോൺ എന്താ 24 മണിക്കൂറും അല്ല 48 മണിക്കൂറും അത് വർക്കിംഗ്. 24 മണിക്കൂർ നീ സത്യം പറഞ്ഞ. ഞാനൊരു കാര്യം ചേട്ടൻ സത്യസന്ധമായിട്ട് പറയാം, ഞാനാണ് ആ കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്ന ചേട്ടൻ. നീ ഞാൻ ഇവിടെ വന്ന് കുറച്ചു നേരം എടുക്കുന്നത് പരിപാടി, ആ വീഡിയോ എഡിറ്റിംഗ്. ഞാൻ എപ്പ ചേട്ടനെ വിളിച്ചാലും ചേട്ടൻ ബിസി. ഫോൺ യൂസ് ചെയ്യുന്നതാണോ അത് ഫോൺ യൂസ് ആണോ? വെറുതെ എന്തായാലും വെച്ചിരുന്ന ഫോൺ ബിസി എന്ന് പറയത്തില്ലല്ലേ. പിന്നെ ഇവിടെ വന്നാല് 24 മണിക്കൂർ ചേട്ടൻ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയും റീല് നോക്കുക. രാത്രി ആവുമ്പോഴേ കളി നോക്കുന്ന. എന്നിട്ട് എന്നെ പറയുന്നു ഞാൻ എപ്പോഴാ ഫോൺ എടുക്കുന്നേ? ചേട്ടൻ തന്നെ പറയുമല്ലോ നിന്നെ എത്ര നേരം കൊണ്ട് കിടന്ന് വിളിക്കുന്നു, ഫോൺ എടുക്കാത്ത എന്താന്ന്. അതെന്തുകൊണ്ടാ? ഞാൻ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. 24 മണിക്കൂർ എന്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെന്തോ ബെല്ലടിക്കുമ്പോ എടുത്താല് നീ പറയാനുള്ള പറ. ഞാൻ വീഡിയോ ഓൺ ആക്കി. നിനക്ക് എന്താ പറയാ? അതൊന്നും ശരിയാക്കാൻ ഒരാഴ്ച ഫോൺ റെസ്റ്റ്. അത് കഴിഞ്ഞ് ഫോൺ ശരിയാക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കും. എന്താന്ന് വെച്ചാ പറയാനുള്ള പറ.
നീ പിന്നെ പറയാറുണ്ടെന്ന് എന്താ ഞാൻ വീഡിയോയിൽ ഇപ്പൊ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒന്നും പറയാനില്ല. അങ്ങനെ എന്റെ വീഡിയോ എടുത്ത് ചേട്ടാ നിന്റെ വീഡിയോ എടുത്ത് ചേട്ടൻ ശരിയാക്കി തരുമോ? ഒരാഴ്ച കഴിയുമ്പോ ശരിയാക്കും ഫോൺ. വേണ്ട, എങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി റീറ്റൺ മതി മതി. നിന്റെ ആരാധകരെല്ലാം നിന്നെ ഇങ്ങനെ തിരക്കും. അങ്ങനെ ഞാൻ പോ. ആരാധകർ എന്റെ നായികയെ കാണാനില്ലല്ലോ, വീഡിയോ ഒന്നും കാണാനില്ല. ചേട്ടനല്ലേ പറഞ്ഞ എന്റെ ഞാൻ ചെയ്യുന്ന കൊളത്തില്ലെന്ന്. വേണ്ട. നിന്റെ ആരാധകരെല്ലാം വിഷമിച്ചിരിക്കുകയായിരിക്കും. വന്നിരുന്ന് ഞാൻ അഭിനയിച്ചു. ഒരാഴ്ച ഫോണിന് റെസ്റ്റ്, ഒരാഴ്ച കഴിയുമ്പോൾ ശരിയാക്കി നമ്മൾ എടുക്കും. ഇന്ന് ശനി, അടുത്ത ശനിയാഴ്ച നമ്മൾ ശരിയാക്കുന്നതായിരിക്കും. വേണ്ട ശരി. നിനക്ക് പറയാനൊന്നും ഇല്ലല്ലേ? ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാ, പറയാനൊന്നും ഇല്ലല്ലേ? ശരി എങ്കിൽ ഇനിയിപ്പോ ഓ ഗൈസ്, അങ്ങനെ നമ്മൾ മൊബൈലൊക്കെ ശരിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോവാണ് ഗൈസ്. അപ്പം കൊടുക്കുന്ന വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് അവരുടെ റിയാക്ഷൻ നോക്കാം. ഇനി നിന്റെ സർപ്രൈസ് കൊടുക്കട്ടെ. അകത്തോണ്ട് പോയി അതിനി ചാർജ് ചെയ്യുന്ന കേബിളിൻ്റെ അതേം പോയി, സ്പീക്കർ പോയി, എല്ലാം നശിപ്പിച്ച് വെച്ചിട്ട് പിന്നെ അകത്തോണ്ട് അത് ഒട്ടട്ട്. അങ്ങനെ ഇതെൻ്റെ മൊബൈലൊക്കെ കിട്ടി. അതിപ്പോൾ ഇളക്കാതെ അതിനകത്ത് ഗമ്മ് വെച്ച് വെച്ചേക്കുവാ. അത് അങ്ങനെ മൊബൈൽ കിട്ടി. വേണ്ട, ഇതവിടെ അകത്തുകൊണ്ട് വെച്ചാലേ. അപ്പം താണ്ടെ മൊബൈൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ താണ്ടെ ഗൈസ്. അപ്പം മൊബൈലൊക്കെ ശരിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്.